വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കരുണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 22ാമത്തെ ശ്ലോകം മുതൽ നോക്കുകയാണ്. 21 ശ്ലോകങ്ങൾ 3ാം സർഗത്തിൽ നോക്കിക്കഴിഞ്ഞു. ഈ 22ാമത്തെ ശ്ലോകം ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ്. അത് മധുരൈകരസം തുളുമ്പുന്ന ഒരു ശ്ലോകമാണ്. വിശേഷണങ്ങൾ കൊണ്ടങ്ങനെ ഭംഗിയാക്കി എടുത്ത ഒരു ശ്ലോകം. ലീലാടോപകടാക്ഷ നിർഭര പരിഷ്വംഗപ്രസംഗാധികപ്രീതേ ഗീതി വിഭംഗ സംഗതലസദ്വേണു പ്രണാദാമൃതേ രാധാലോചനലാളിതസ്യ ലളിതസ്മേരേ മുരാരേർമുദാ മാധുര്യൈകരസേ മുഖേന്ദുകമലേ മഗ്നം മദീയം മനഃ. ക്രീഡാവേളയിൽ ഗോപിമാരുടെ കടാക്ഷങ്ങൾ പതിഞ്ഞിടവേ മോദം കൊണ്ടു വിടർന്ന താമരമലർ പോലുള്ള മുഗ്ധാനനം. വേണുനാദതരംഗമാലയിളകും മാധുര്യഭാവാന്വിതം രാധാലോചനലാളിതം മതിമുഖം തന്നിൽ ലയിച്ചന്മനം. ഗോപികമാരുമായിട്ടുള്ള ലീലാവിലാസങ്ങളുടെ ഇടയിൽ ഗോപികളുടെ കടാക്ഷ വീക്ഷണങ്ങളാൽ സന്തുഷ്ടമായതും അതുപോലെ രാഗങ്ങളുടെ ആരോഹണ അവരോഹങ്ങളെ കൊണ്ട് പരിലസിക്കുന്ന ആ ഭഗവാന്റെ വേണുനാഥ അമൃതം കൊണ്ട് ശോഭിക്കുന്നതും, പിന്നെ രാധാലോചനലാളിതം മതിമുഖം എന്ന രാധാദേവിയുടെ കണ്ണുകളാൽ ലാളിക്കപ്പെടുന്നതും ലാളിതസ്യ രാധാലോചന ലാളിതസ്യ രാധയുടെ ലോചനങ്ങൾ കൊണ്ട് ലാളിക്കപ്പെടുന്ന പുഞ്ചിരി തൂകുന്ന ആ മുഖം മധുരൈകരസവും ആയ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇന്ദുകമലം എന്നാണ് പറഞ്ഞേക്കണേ. മുഖേന്ദുകമലം, മുഖത്ത് ചന്ദ്രൻ്റെ കാന്തിയും അതുപോലെ ചെന്താമരപ്പൂവിൻ്റെ ആ ഒരു വർണ്ണം, ഒരു നിറമുണ്ടല്ലോ, അതും എല്ലാം കൂടി ഒത്തുചേർന്നിട്ടുണ്ട് എന്നാണ് പറയണത്. അതുകൊണ്ടാണ് ഇവിടെ മുഖേന്ദുകമലം, മുഖമാകുന്ന ഇന്ദുകമലം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ചന്ദ്രനോടും താമരയോടും കൂടിയാണ് ഉപമിച്ചിരിക്കുന്നത് മുഖത്തെ. നല്ല മാധുര്യരസം ആർന്നതും ആയ ആ താമര പോലുള്ള മുഖചന്ദ്രനിൽ എൻ്റെ മനസ്സ് മുങ്ങിക്കഴിഞ്ഞു എന്നാണ് വില്വമംഗലം പറയണത്. അടുത്ത ശ്ലോകം വിയോഗിനി എന്ന വൃത്തത്തിലാണ്. ശരണാഗതവജ്രപഞ്ജരേ ശരണേശാർംഗധരസ്യ വൈഭവേ കൃപയാ ധൃതഗോപവിഗ്രഹേ കിയദന്യൻ മൃഗയാമഹേ വയം. ശരണാഗതരക്ഷ ചെയ്യുവാൻ കൃപയോടെ വ്രജവേഷമാർന്നിതാ ഭഗവാൻ വിലസുന്നിതന്തികേ ഇനി നാം എന്തഭയം തിരക്കണം. ശരണം പ്രാപിച്ചവർക്ക് ശരണാഗതി അടഞ്ഞവർക്ക് ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചവർക്ക് വജ്രപഞ്ചരം പോലെ രക്ഷ നൽകുന്നതാണ് ആളാണ് ഭഗവാൻ. വജ്രപഞ്ചരം എന്ന് പറഞ്ഞാൽ വജ്രം കൊണ്ട് നിർമ്മിച്ച ഒരു കൂട്. വജ്രം പോലെ ഒരു രക്ഷാസ്ഥാനം വേറെ ഇല്ല എന്നാണ് പറയണത്. വില്വമംഗലം പറയണത് ഭഗവാൻ
ഈ ഗോപവേഷം ധരിച്ചത് നമ്മളെപ്പോലുള്ള ഈ ഭക്തന്മാരുടെ പേരിലുള്ള കാരുണ്യം കൊണ്ടാണ് എന്നാണ് വില്യമംഗലം പറയണത്. അപ്പോൾ ഈ ശരണാഗത വത്സലനായ ഈ ഭഗവാന്റെ വജ്രപഞ്ചരവും കരുണയോടെയുള്ള ആ ഗോപവേഷവും ഒക്കെ ധരിച്ചവനായ ആ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ നമ്മെ രക്ഷിക്കാനുള്ളപ്പോൾ നാം പിന്നെ എന്തിനാണ് മറ്റൊരഭയസ്ഥാനം അന്വേഷിച്ച് പോകുന്നത്? വേറെ എവിടെയും നമുക്കിനി പോവേണ്ട ആവശ്യമില്ല. ഈ ഭഗവാന്റെ അടുത്ത് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഇനി എവിടേക്കാണ് പോകേണ്ടതെന്ന് ആലോചിക്കേ വേണ്ട. ഇനി നാം എന്തഭയം തിരക്കണം, കിയതന്യൻ മൃഗയാമഹേ വയം എന്നാണ്. അടുത്ത ശ്ലോകം ഉപജാതി എന്ന വൃത്തം. ജഗത്രയൈകാന്തമനോജ്ഞഭൂമിശ്ചേതസ്യ ജസ്രം മമ സന്നിധത്താം രമാസമാസ്വാദിതസൗകുമാര്യം രാധാസ്തനാഭോഗരസജ്ഞമോജഃ പൂമാതുപുൽകും യുവസൗകുമാര്യം രാധാസ്തനാസ്വാദനഭാഗ്യധാമം ജഗത്തിലെ സൗഷ്ഠവ പുഞ്ചമാകും തേജസ്സുഹൃത്തിൽ വിളയാടിടട്ടെ. 3 ലോകങ്ങളിലുമുള്ള സൗന്ദര്യ സമ്പത്ത് എല്ലാം കൂടി ഒന്നിച്ചു ചേർന്നൊരു മൂർത്തിയാണ് ഈ ഭഗവാൻ എന്നാണ് പറയുന്നത്. ആ ഭഗവാൻ ലക്ഷ്മീദേവിയാൽ ആസ്വദിക്കപ്പെട്ട, ലക്ഷ്മീദേവിയാണല്ലോ ഭഗവാന്റെ പത്നി. അപ്പോൾ ആ ലക്ഷ്മീദേവിയാൽ ആസ്വദിക്കപ്പെട്ട സൗകുമാര്യത്തോട് കൂടിയതും അതുപോലെ രാധാദേവിയുടെ മാറത്തെ സൗഭാഗ്യത്തെ അനുഭവിക്കുന്നതും ഒക്കെ ആയ ആ തേജസ് എൻ്റെ മനസ്സിൽ അങ്ങനെ എപ്പോഴും വിളയാടിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് ഇതിൽ പറയണത്. ശ്രീകൃഷ്ണൻ എൻ്റെ മനസ്സിൽ അങ്ങനെ എന്നും തെളിഞ്ഞു വിളങ്ങണേന്നർത്ഥം. അടുത്ത ശ്ലോകം വസന്തമാലിക വൃത്തത്തിലാണ്. അത് മൂല ശ്ലോകം വൃത്തത്തിലല്ല, ശ്രീലകൻ സാറ് തർജ്ജമ ചെയ്തിട്ടുള്ളത് വസന്തമാലിക വൃത്തത്തിലാണ്. വയമേതദ്വിശ്വസിമ കരുണാകര കൃഷ്ണ കിം വദന്ത്യാംഗേ അപി ച വിഭോ തവ ലളിതേ ചപലതരാമതിരിയം ബാല്യേ വ്രജബാലക നിൻ ഹൃദന്തമാർദ്രം കരുണാവാരിധി ഞങ്ങൾ വിശ്വസിപ്പൂ. തവ ചഞ്ചലലീലകൾ നിനച്ചിട്ടധികം ധന്യതയാർന്നിതെൻ്റെ ചിത്തം. കരുണാകര, ഏറ്റവും ദയാലുവായ ദയയുള്ളവനായ ശ്രീകൃഷ്ണ, ഈ ഞങ്ങൾ അവിടുത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതെല്ലാം വാസ്തവാണെന്നാണ് വിശ്വസിക്കുന്നത്. ഭഗവാനെ പറ്റി ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെല്ലാം ശരി തന്നെയാണ്, വാസ്തവാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് പറയണത്. ഈ ഞങ്ങൾ ലോകൈകനാഥനായ അങ്ങയുടെ ശരീരം ദയാസമുദ്രമാണ് എന്നൊക്കെയാണ് പുരാണങ്ങളിൽ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാലേ അവിടുത്തെ ആ ബാല്യകാലത്തെ കളിച്ചു നടന്ന കുട്ടിക്കാലത്ത് ഈ ബുദ്ധി, ഇയം മതി, ഈ ബുദ്ധി ആരുടെ? ഭഗവാന്റെ ബുദ്ധി കുറച്ചധികം ദുശ്ശീലങ്ങളുള്ളതായിരുന്നു എന്നാണ് പറയണത്. ഈ ചപലതരാമതിരിയം ബാല്യേ എന്ന ഇയം മതി ചപലതര, ഈ ബുദ്ധി കുറച്ചധികം ദുശ്ശീലങ്ങളൊക്കെ ഉള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ പൂതനയെ കൊന്നു പോലെ ഒരുപാട് പേരെ കൊന്നു അല്ലേ? ആ കുട്ടിക്കാലത്ത് തന്നെ പൂതന മുതലായ ഒരുപാട് പേരെ
വധിച്ചിട്ടുണ്ട്. അതുപോലെ കള്ളത്തരങ്ങൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് ഭഗവാനെ, കൃഷ്ണനെ കുറ്റം പറയുന്നവരുണ്ട് എന്നാണ് വില്വമംഗലം പറയണത്. ഒരു ശ്ലോകം കൂടി നോക്കാം. വത്സപാലചര കോപി വത്സശ്രീവത്സലാഞ്ഛന ഉത്സവായ കഥാ ഭാവീത്യുത്സുകേ മമലോചനേ. ഇത് പഥ്യാവക്ത്രം എന്ന വൃത്തത്തിലാണ്. ഗോപരോടൊത്തുമേളിക്കും ശ്രീവത്സം ഭൂഷയാക്കിടും കണ്ണനെന്നു വരും മുന്നിൽ കാത്തിടുന്നെൻ്റെ കണ്ണുകൾ. ശ്രീ ഗോപബാലന്മാരോടൊപ്പം പശുക്കളെയും മേച്ച് നടക്കുന്ന ആ അവസ്ഥയിൽ ശ്രീവത്സം മാറത്തും ഉള്ള ആ ഏതോ ഒരു ഓമനക്കുട്ടൻ ഉണ്ടല്ലോ, അപി വത്സ, ഏതോ ഒരു ഓമനക്കുട്ടൻ എന്നാണ് ഞങ്ങളെ ആനന്ദിപ്പിക്കാൻ പ്രത്യക്ഷപ്പെടുക എന്ന് വിചാരിച്ച് എൻ്റെ 2 കണ്ണുകളും ഇങ്ങനെ അതിയായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വില്വമംഗലം പറയണ. വില്വമംഗലത്തിൻ്റെ 2 കണ്ണുകളും ഏതോ ഒരു ഓമനക്കുട്ടൻ കാട്ടിലിങ്ങനെ പശുക്കളെ മേച്ച് നടക്കുന്നുണ്ട്. ആ ഓമനക്കുട്ടനെ ഒന്ന് കാണാൻ എന്നാണ് സാധിക്കുക എന്ന് വിചാരിച്ച് എൻ്റെ 2 കണ്ണുകളും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് പറയണത്. വൈകുണ്ഠവാസിയായ ആ മഹാവിഷ്ണു ഗോപാലൻ്റെ വേഷത്തിൽ ഗോപബാലന്മാരോട് ഒപ്പം ഇങ്ങനെ കാട്ടിൽ നടക്കുന്നത് കാണാൻ ആ വില്വമംഗലത്തിനുള്ള അത്യാഗ്രഹം പറയുകയാണ് ഈ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത തവണ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.